ഹായ് ഹലോ. ഞാൻ എൻ്റെ വീട് ഇടിഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ഇപ്പോൾ വീട് ഇടിഞ്ഞതല്ല പ്രശ്നം. ഞങ്ങളുടെ അടുത്തൊരു ലോക്കൽ ചാനലിലൊരു റിപ്പോർട്ടർ വന്നു. കൈയെല്ലാം എന്തോ ഒരു സ്മെല്ലുണ്ട്. ഇപ്പോൾ ഡെറ്റോളിട്ട് കഴുകി. അപ്പം അദ്ദേഹം പറഞ്ഞത് പിന്നെ നമ്മൾ ഈ ഫാമിലി നിപ്പ രോഗത്തിൻ്റെ ഭീഷണിയിലില്ല. കാരണം കടവാതിൽ ഈ കാട്ടുജീവികൾ മൂത്രമൊഴിച്ചതും അതിൻ്റെ കാഷ്ടവും സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്. അപ്പം ഞാൻ ഈ സ്മെല്ലെല്ലാം ഉണ്ടെങ്കിലും ഈ നിപ്പേൻ്റെ അത്ര അങ്ങ് ഉണ്ടായിരുന്നില്ല. അപ്പം ആ ചാനലുകാരൻ എന്നോട് പറഞ്ഞത്, മീൻസ് റിപ്പോർട്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഇതിൻ്റെ മേലെ കയറാൻ പാടില്ല. അതിൻ്റെ മൂത്രമുറിവിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാലിനോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇല്ലായിരുന്നാണ് ഈ നിപ്പയൊക്കെ വരുന്നത്. അതേപോലെ പല രോഗങ്ങളും വന്യജീവികളിൽ നിന്ന് വരുന്ന പേവിഷബാധ പോലെ തന്നെ പല രോഗങ്ങളും ഉണ്ടല്ലോ അത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നത് നിപ്പ. പിന്നെ ഈ വീടിന് ചുറ്റും കാടും കുറേ ഇങ്ങനെ ആൾതാമസമില്ലാത്ത ബിൽഡിങ്ങെല്ലാം ഉണ്ട്. അപ്പം അത് മുഴുവൻ എടുത്തു. അപ്പം ഞാനിപ്പം ഈ വീഡിയോയിൽ വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നിപ്പ എന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടേയില്ല സത്യത്തിൽ. അങ്ങനെ അദ്ദേഹം വന്ന് പറയുമ്പോൾ ഞാൻ അത്ര കടുത്ത് അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഹെൽത്തിലും വനം വകുപ്പിലും പിന്നെ മൊത്തത്തിൽ അയാൾ ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ജീവന് തന്നെ ഭീഷണിയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത്, വീടിന് ചുറ്റും കാട്, ആൾതാമസമില്ലാത്ത ഷെഡുകൾ, ഒഴിഞ്ഞ പട്ടിക്കൂട്, ഇതിലെല്ലാം നമുക്ക് ഇതുപോലെയുള്ള കടവാതിലും ഈ മെരു കാട്ടുപൂച്ച, ഈ എൻ്റെ വീട്ടിൻ്റെ മേലെയുള്ള ജീവി എന്തോ ഇവരെല്ലാവരും പറയുന്നുണ്ട്, അത് ഇതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഇത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്, വോമിറ്റിങ് വരുന്ന സ്മെല്ല് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ട് ഞാൻ വല്ലാണ്ട് അസ്വസ്ഥതയായിപ്പോയി. ഞാൻ ആ മൊത്തം വീഡിയോ എല്ലാം മറ്റേ ആൾ എടുത്തിട്ടുണ്ട്. ഞാനത് ചാനലിലൂടെ ഇടും. കാരണം ആർക്കെങ്കിലും അതൊരു മെസ്സേജ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മളിപ്പോൾ ആകെ തകർന്നിട്ടുള്ള നിപ്പ വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് പോയി ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ മയിൽ, കുരങ്ങ്, കുറുക്കൻ, അങ്ങനെ ഒരുപാട് ജീവികൾ ഇങ്ങനെ വരുന്നുണ്ട്. കോടീശ്വരനാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾ കരുതിക്കൂട്ടി ചെയ്യാത്തതാണ്. കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞല്ലോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന്. എന്നാൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് അതിലെന്തെങ്കിലും ഒരു കൃഷിയോ വാഴയോ എന്തെങ്കിലും കപ്പയോ എന്തെങ്കിലും വെക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തൊഴിലുറപ്പുകാർക്ക് ഒരു തൊഴിലെങ്കിലും കൊടുക്കുക. ഇതൊന്നും ചെയ്യാതെ 30 വർഷമായിട്ട് ഇതിങ്ങനെ പുറമ്പോക്കായിട്ട് ഇടുവാണ്. ഇത് ശരിക്കും പുറമ്പോക്കിലേക്ക് കണ്ടുകെട്ടണം. ആൾക്കാർ പെരുമാറാത്ത ഭൂമി പുറമ്പോക്കിലേക്ക് കണ്ടുകെട്ടണം. ഇതുപോലുള്ള ഈ കാട്ടിലാണ് ഈ കടവാതിലും തെരുവ് നായിയും കുരങ്ങും കാട്ടുമൃഗങ്ങളും വന്നിട്ട് ഈ രോഗങ്ങൾ പരത്തുന്നു. ഞാനോ എൻ്റെ വീട്ടുകാരോ രോഗം വന്ന് മരിക്കണം എന്ന് വിചാരിക്കുന്നതല്ല പ്രശ്നം. ഇത് ഒരു നാടിനെ മൊത്തം നശിപ്പിക്കും. വർഷം വർഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാ വർഷം കോഴിക്കോട് പോലെയുള്ള സ്ഥലത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ രോഗം. അപ്പോൾ ഇത് സമൂഹത്തിന് ഭീഷണിയാണ്, വരുന്ന ജനറേഷന് ഭീഷണിയാണ്, നിലവിൽ താമസിക്കുന്നവർക്ക് ഭീഷണിയാണ്. എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇത് അപൂർവമാണെന്നോ നമ്മളിതൊന്നും അറിഞ്ഞിട്ടാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വിവരാവകാശം വഴി ഞാൻ ഇത്രയും വർഷത്തെ റെസീറ്റ് വാങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇന്ന് വന്ന ആൾ ഭാസ്കരൻ വെള്ളൂർ എന്ന് പറഞ്ഞ ആളാണ്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അത്ര കടന്ന് ചിന്തിച്ചില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നിപ്പ പോലെയുള്ള അസുഖം വരാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ ആകെ ഒരു ശരിക്കും ഡെസ്പായിപ്പോയി, ഷോക്കായിപ്പോയി. സത്യം അതാണ്. നമ്മളെല്ലാം സ്കൂളിൽ പോയ വിവരം കൂടി നമുക്ക് ആ സമയത്ത് തോന്നിയില്ല.
ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് മനസ്സിലായത്. പിന്നെ അത് കൂടാതെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാലിന് മുറിവ്, ഇപ്പം ഈ പുഴുക്കടി അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള മൂത്രമെല്ലാം ചവിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം മേലത്തേക്ക് തീരെ പോവാൻ പാടില്ല, അങ്ങോട്ട് തീരെ പിന്നെ എല്ലാം ക്ലോസ് ചെയ്യണം, തീരെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പോൾ ഫേസ്ബുക്കിൽ ഇടാൻ എടുക്കുന്ന വീഡിയോ ആണ്. പിന്നെ മുഴുവനാളും ഫേസ്ബുക്കിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഓൾ കേരളത്തിന് പുറത്തും അകത്തും എല്ലാം ഉള്ള ഫ്രണ്ട്സ്, അതേപോലെ യൂട്യൂബ് ചാനലിലിട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഇത് കാണും. ആർക്കും നാളെ ഒരു അപകടം പറ്റിക്കൂടാന്നില്ല മെസ്സേജ് മാത്രമേ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ലോ. കാരണം വീട് പൊളിഞ്ഞു വീണു എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ വീട് പൊളിഞ്ഞതിൻ്റെ ഉള്ളിൽ ഈ വന്യജീവികളെ മൂത്രത്തിൻ്റെയും കാട്ടത്തിൻ്റെയും അവരെ കുഞ്ഞുങ്ങളെയും ഫാമിലീൻ്റെയും വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് റൂഫ് വീണത്. കാരണം അത്രയും ആളെ ഡെലിവറിയും ഫാമിലി ആയിട്ട് താമസമാണ്, പല ടൈപ്പ് ജീവികൾ. എന്നിട്ട് നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന പുതിയ മനുഷ്യൻ്റെ സ്വഭാവം. അപ്പം ജീവികളും അത് കാണിക്കാൻ തുടങ്ങി. അപ്പം ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യണം. നമ്മളിങ്ങനെ എത്രയോ കാലമായിട്ട് പഞ്ചായത്തിലെല്ലാം കൊടുത്ത് വെയിറ്റ് ചെയ്ത പോലെ ആരും നിൽക്കരുത്. ഇനി നിപ്പ മറ്റേ വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കാണൂല. അപ്പം ഇതൊരു മെസ്സേജായിട്ട് എടുക്കണം. കാരണം ഞാനിപ്പോൾ അവിടെ പല പ്രാവശ്യം പോയി. കാരണം മരം പൊട്ടി വീഴുന്ന സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ഓടുന്നു. ആ ജീവി എൻ്റെ നേരെ ചീറ്റി കയറി. ഞാൻ പറ്റുന്ന വിധത്തിൽ വീഡിയോ എടുത്തു. ഇന്നലെ രാത്രി ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വെയിറ്റ് വന്നിട്ട് ഇങ്ങനെ അമരുന്നൊരു സൗണ്ട് ഇന്നലെ രാത്രിയും ഉണ്ട്. മൊത്തം വീണത് ഇപ്പം നേരത്തെ വീണു, രാവിലെ വീണു. അപ്പം ഈ വീണതെല്ലാം നമുക്ക് നേരെയാക്കാം, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വീട് പൊളിക്കുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഇത്ര ഭീകരമായ ഒരു രോഗം കേരളത്തിൽ, കണ്ണൂരും കോഴിക്കോടും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളെല്ലാം അയൽവാസികളാണ്. അപ്പം ഇന്നിങ്ങനെ ഒരു നിപ്പ രോഗത്തിൻ്റെ ഭീഷണിയും കൂടി ഉണ്ടെന്ന് കേട്ടതും തളർന്നു പോയി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരെങ്കിലും വീട് ഇതുപോലെ പിന്നെ വന്യജീവികൾ കയറിയിട്ട് താമസിക്കോ, ചുറ്റുപാടും താമസിക്കാത്ത ബിൽഡിങ്ങോ കാടോ ഉണ്ടെങ്കിൽ എത്രയും വേഗം വനം വന്യജീവി വകുപ്പിനെയും പിന്നെ പഞ്ചായത്തിനും അറിയിക്കണം. ഞങ്ങൾ പഞ്ചായത്തിനെ അറിയിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കെല്ലാം കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യമായിട്ട് കൊടുത്തതാണ്, എല്ലാവരോടും പറഞ്ഞതാണ്, നമ്മളെ പിന്നെ പൊതുപ്രവർത്തകരോടും എല്ലാവരോടും ഈ സംഭവം പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്. ഈ സ്ഥലത്തിൻ്റെ ഓണറോട് പറഞ്ഞതാണ്. ഒരു 3 മാസം മുന്നേ ഒരു 3 ലൈൻ കല്ല് കെട്ടിയിട്ട് പോയിട്ടുണ്ട്. കാരണം ഈ പറമ്പ് വിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി, അല്ലാതെ നല്ലത് വിചാരിച്ച് ചെയ്തതല്ല. അപ്പം ദയവ് ചെയ്തിട്ട് ഇതൊരു മെസ്സേജായിട്ട്, ഇതൊരു പിന്നെ നമ്മൾ മാരക രോഗം, മഴ, മണ്ണിടിച്ചൽ, ഭീകരത കേട്ട് മതിയായി. അപ്പം എല്ലാവരും മനുഷ്യരല്ലേ, അതായത് ഇനി നേതൃത്വം കൊടുക്കുന്നവരും മനുഷ്യരാണ്, പിന്നെ നമ്മളെ സഹായിക്കേണ്ടവരും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ആരെങ്കിലും മേലില്ലവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ മുൻകൂട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അവർക്ക് പിന്നെ വിവരം കൊടുക്കാനുള്ള വിവരം നമുക്ക് വേണം. ഞാൻ ഈ പഞ്ചായത്തിൽ മാത്രം കൊടുത്തു നിന്നു. ഞാൻ ഇത്ര വലിയ രോഗത്തിൻ്റെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ രോഗഭീഷണിയിൽ തന്നെ ഇപ്പം നമ്മളുള്ളത്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരും കാണും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മണത്തിട്ട് കയറാൻ പറ്റൂല. അപ്പം ഇതൊരു മെസ്സേജായിട്ട് എല്ലാവരും എടുക്കണം. മാക്സിമം ഷെയർ ചെയ്യണം. എന്തെങ്കിലും വരുന്നതിന് മുന്നേ നമ്മളതിൻ്റെ പിന്നെ നടപടി സ്വീകരിക്കണം. ആരും അനങ്ങാതിരിക്കരുത്. ഓക്കെ.